ഇനി അയ്യങ്കാളിയിലേക്ക് വരുമ്പോഴോ, വില്ലുവണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ നേർവഴി. അയ്യങ്കാളി അന്നത്തെ കാലത്ത് ഈ മുതിർന്ന ജാതിക്കാര്, താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറയുന്ന ആളിന് വെളുത്ത വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല, അവൻ ചന്ദനക്കുറി തൊടാൻ പാടില്ല, അവൻ തലപ്പാവ് ധരിക്കാൻ പാടില്ല. അയ്യങ്കാളി ഇതെല്ലാം ലംഘിച്ചു, വഴിയെ നടക്കാൻ പാടില്ല. അപ്പോഴാണ് പിന്നെ വില്ലുവണ്ടി വരുന്നത്. വില്ലുവണ്ടി എന്ന് പറയുന്നത് ഒരു കാളവണ്ടി, ഒറ്റ കാളെ കെട്ടിയ വണ്ടിയാണ്. അയ്യങ്കാളി നെയ്യാറ്റിൻകരയ്ക്ക് നിന്ന് ഇങ്ങോട്ട് വരുമ്പം ബാലാപുരത്തിനടുത്ത് ഒരു ചന്തയുണ്ട്, ആറാലുമൂടി ചന്ത. ഈ ആറാലുമൂടി ചന്തയിലേക്ക് പാവങ്ങൾ, നെയ്യാറ്റിൻകര ആ പ്രദേശത്തൊക്കെയുള്ള ഹരിജൻ വിഭാഗത്തിലുള്ളവർ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ആ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്താലേ ഇവരൊക്കെ തിന്നത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഈ വഴി നടക്കാൻ പറ്റത്തില്ല, അവരും വല്ല കാട്ടിക്കൂടെ കയറി വരണം. അപ്പോൾ വഴി നടക്കാൻ പറ്റില്ല, വഴി നടത്തും. അവിടെ അയ്യങ്കാളി ബലപ്രയോഗം തന്നെ നടത്തി. അതാണ് ആ വില്ലുവണ്ടിയിൽ അയ്യങ്കാളി വരുന്നത് എങ്ങനെയാ, വെള്ള വസ്ത്രം ധരിച്ച് ചന്ദന പൊട്ട് തൊട്ട് തലപ്പാവ് ധരിച്ച് രാജകവിയായിട്ടാണ് വരുന്നത്. ഈ മുന്തിയ ജാതിക്കാരെന്ന് പറയുന്ന ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ തിരിച്ചു ഗംഭീരമായിട്ട് അടി കൊടുത്തു. അതാണ് വില്ലുവണ്ടിയിൽ. ആ വില്ലുവണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ നേർവഴി. അയ്യങ്കാളി നമുക്ക് കേവലം പുലയർക്കോ പറയർക്കോ അല്ല നേർവഴി കാട്ടിയത്, നമ്മുടെ സമൂഹത്തിന് മുഴുവനാണ്. ഇതിനെ ജാതി മതിലുകളിൽ തളയ്ക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ശ്രമിച്ചത്.